ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും പ്രാർത്ഥനകളെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ബലവും ശക്തിയും തരുന്നല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ദൈവത്തിന് സമർപ്പണത്തോടെ ആയിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുവാനും അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ സംസാരിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. സുദീർഘമായ വാക്യങ്ങളാണത്. അതിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരമായി വാഞ്ചിപ്പിൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കുകയും അരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഇന്നത്തെ ഈ പാഠങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിന് ഞാൻ ടൈറ്റിലിടുന്ന ആരാധനയിലെ അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മയിലെ ക്രമവും സ്വാതന്ത്ര്യവും എങ്ങനെയാണ് ക്രമവും സ്വാതന്ത്ര്യവും ആത്മീയ കൂട്ടായ്മയിൽ നിലനിർത്തേണ്ടത് എന്നതിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യത്തിൻ്റെ ഒരു ബാലൻസിങ് നമുക്കിവിടെ കാണാൻ കഴിയും. ക്രമവും അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യവും രണ്ടും ഉൾച്ചേർന്നാണ് ക്രിസ്തീയ ആരാധന. അതിലേക്കാണ് അദ്ദേഹം കൊണ്ട് എത്തിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുക വിലക്കുകയും വരുത്, സകലതും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഈ ആദ്യകാല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യകാലത്ത് ഉടലെടുത്ത ആരാധനാ രൂപങ്ങൾ 2 തരത്തിലാണ് പൊതുവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒന്ന്, യെരുശലേം കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ആരാധനാ രൂപം. അതിനകത്ത് സങ്കീർത്തനങ്ങളും വചനധ്യാനങ്ങളും ഒക്കെ ചേർന്ന ഒരു സിനഗോഗ് വർഷിപ്പിൻ്റെ കണ്ടിന്യൂറ്റി ആയിരുന്നത്. അതിൻ്റെ ഒരു കൾച്ചറായിരുന്നു. തുടർന്ന് യഹൂദനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൾച്ചറായിരുന്നു. അപ്പോൾ അവരെല്ലാം യഹൂദ വിശ്വാസത്തിൽ വന്നവരായതുകൊണ്ട് സിനഗോഗ് വർഷിപ്പിനകത്ത് നടക്കുന്ന എന്തോ അതിൻ്റെ ഒരു വെറൈറ്റി ഫോം, അതിനകത്ത് ഒരു അഡീഷൻ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ടും അത് കർത്താവിൻ്റെ മേശയാണ്. അപ്പോൾ കർത്താവിൻ്റെ മേശ, അതുപോലെ തന്നെ സാധാരണയുള്ള വചനത്തിൻ്റെ ധ്യാനങ്ങൾ, പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു രൂപമായിരുന്നു. പക്ഷേ സുവിശേഷം മറ്റ് സമൂഹങ്ങളിലേക്ക് പടർന്നപ്പോൾ ആത്മീയ ആരാധനയ്ക്ക് വേറെ ഒരു കളറുണ്ടായി. ആ രൂപം നാം കാണുന്നത് കൊരിന്തിയ ആരാധനയിലാണ്. കൊരിന്ത്യരുടെ ആരാധന രൂപം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കൊരിന്ത്യരുടെ ആരാധന രൂപത്തിനകത്ത് അതിനകത്ത് അന്യഭാഷയുണ്ട്, അതിനകത്ത് പ്രവചനമുണ്ട്, അതിനകത്ത് ആത്മീയ ഗീതങ്ങളുണ്ട്. അതിന് മറ്റൊരു തലമാണ്. അപ്പോൾ ഇത് രണ്ടിനും 2 ഫേസുകളാണ് ഉണ്ടായിരുന്നത്. യെരുശലേമിലുള്ള യഹൂദന്മാരായ ക്രിസ്ത്യാനികൾക്ക് നിലവിലുള്ള ആരാധനയുടെ ഒരു വ്യത്യസ്ത രൂപമാണ് ഉണ്ടാക്കേണ്ടിയിരുന്നെങ്കിൽ ജാതീയ പശ്ചാത്തലത്തിൽ മറ്റ് സമൂഹങ്ങളിൽ നിന്ന്, ഗ്രീക്ക് റോമൻ വേൾഡിൽ നിന്ന് വരുന്ന മറ്റ് കൊരിന്ത്യർ, ഗലാത്യർ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അവരുടെ തനതായ സംസ്കാരത്തിൽ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ക്രിസ്ത്യ ആരാധന എന്ന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തേണ്ടി വന്നു. ഇങ്ങനെ 2 തരത്തിലുള്ള രൂപത്തിലായിരുന്നു. അപ്പോൾ നാം ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊരിന്തിയ വിശ്വാസത്തിലാണ്, അപ്പോൾ കൊരിന്ത്യരുടെ വിശ്വാസമെങ്കിൽ അവരുടെ ആത്മീയ ആരാധനയുടെ പൊതു ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് ഈ അന്യഭാഷ, പ്രവചനം, അങ്ങനെയുള്ള പ്രകടനപരമായിട്ടുള്ള എല്ലാ ആരാധന രൂപങ്ങളിലും അവരുടെ ആരാധനയുടെ ഭാഗമായിരുന്നു. പക്ഷേ അതിനകത്ത് പലപ്പോഴും അതിൻ്റെ ആ സ്വാതന്ത്ര്യം, ആത്മാവിലുള്ള ആ സ്വാതന്ത്ര്യത്തെ
പലപ്പോഴും ഒരു ക്രമമില്ലായ്മയിലേക്കും ഒരു സുഖമില്ലാത്ത തരത്തിലേക്കൊക്കെ പോകുന്ന കണ്ടപ്പോഴാണ് ഇതിന് നിയന്ത്രണം വേണമെന്ന് പൗലോസിന് തോന്നുവാൻ കാരണം, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് തോന്നുവാൻ കാരണം. ഇതിനൊരു ക്രമമില്ലെങ്കിൽ ഭംഗിയില്ലാതാകുമെന്നൊരു തോന്നൽ. അതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് അദ്ദേഹം അവസാനം പറയുന്നത് ഇങ്ങനെ: സകലതും ഉചിതമായും ക്രമമായും നടക്കട്ടെ. അപ്പോൾ ഒരു വശത്ത് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നിൽക്കുമ്പോൾ മറുവശത്ത് എന്തുണ്ട്? ഒരു ക്രമമുണ്ട്, ആത്മാവിൻ്റെ തന്നെ ക്രമമുണ്ട്. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്, അപ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമാണ്. നാം തിരിച്ചറിയേണ്ട ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ആരാധനകളും നമ്മുടെ ജീവിതവും എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ദൈവം തരുന്നത്, അപ്പോൾ തന്നെ അതിൻ്റെ ക്രമവുമുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒന്നും എക്സ്ട്രീമിൽ പോയി ഒരു കുഴപ്പത്തിലാകുക എന്നുള്ളതല്ല. ദൈവികമായ ക്രമങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ, ഒരു ഡിസിപ്ലിൻ നിൽക്കുമ്പോൾ, മറുവശത്ത് ദൈവികമായ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യവും ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നിലനിർത്താനാണ് നാം എപ്പോഴും ശ്രമിക്കേണ്ടതും എപ്പോഴും കുഴപ്പങ്ങളില്ലാതെ പോകാനായിട്ട് പരിശ്രമിക്കേണ്ടതുമായ കാര്യം അതാണ്. അതുകൊണ്ട് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുക. അത് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 26 വാക്യത്തിൽ ഇങ്ങനെ ചോദിച്ച് അദ്ദേഹം ആരംഭിക്കുന്നത്: ആകയാൽ എന്ത് സഹോദരന്മാരെ? ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു കൺക്ലൂഷനിലേക്ക് വരിക. ഇത്ര നേരം പറഞ്ഞ കാര്യത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. ആകയാൽ എന്താ ചെയ്യണ്ടേ? ദെർഫോർ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇങ്ങനെ പറഞ്ഞ് അതിൽ കൊണ്ട് എത്തിക്കുക. അങ്ങനെയാണ് അത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ കൺക്ലൂഷൻ പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഞാനതിൽ കാണുന്നത് ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാനകത്ത് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 26, 27, 28 വാക്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത് ആത്മീയ കൂട്ടായ്മയിലെ പൊതുവായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ് ഡിസിപ്ലിൻ ഇൻവോൾവ്മെൻറ്റ്, പബ്ലിക് ഗ്യാതറിങ്ങിനകത്ത് എങ്ങനെ ഡിസിപ്ലിനായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുക എന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആത്മീയ ആരാധനയിൽ വരുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോൾ, അത് നിങ്ങൾ ഗ്യാതർ ചെയ്യുമ്പോൾ എന്തുണ്ടാകണ്ടേ? നിങ്ങൾക്ക് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലത്തിലും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ എന്ന് പറയുന്നു. അന്യഭാഷയിൽ സംസാരിച്ചതെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആവട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരെ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ സഭയിൽ അന്യഭാഷ പറയേണ്ടത്. വിലക്കരുത് എന്ന് അവസാനിപ്പിക്കുന്നിടത്ത് പറയുന്നത് വിലക്കല്ല ചെയ്യുന്നത്, അതെങ്ങനെ ക്രമമായും നല്ല രീതിയിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൊണ്ടുപോകാം, അതിനെപ്പറ്റിയാണ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പോൾ ആ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഇടപെടുമ്പോൾ, ഇൻവോൾവ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിരിക്കണം, എത്രത്തോളം ക്രമീകൃതമായിരിക്കണം എന്നുകൂടി ആണ് പറഞ്ഞു വയ്ക്കുന്നത്. ആത്മീയ ആരാധന, ഇതൊരു ആത്മീയ ആരാധനയാണല്ലോ. ആരാധന ഒത്തിരി തലത്തിലുണ്ട്, ഒത്തിരി രൂപത്തിലാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. പഴയ നിയമ ആരാധനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഒരു കാളയായിട്ടായിരിക്കും വരുന്നത്, വേറൊരാൾ പ്രാവിനെയും കൊണ്ടായിരിക്കും, മറ്റൊരാളൊരു ആടിൻ്റെ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ആടൊക്കെ ആയിരിക്കും. അപ്പോൾ ആരാധനയ്ക്ക് വരുന്നവരുടെ കയ്യിൽ ഓരോ ടൈപ്പ് മൃഗങ്ങളൊക്കെ ആയിട്ടായിരിക്കും അന്നത്തെ കാലത്ത് വന്നുകൊണ്ടിരുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഓരോരുത്തരും ഓരോ പക്ഷിയും ആടിനെയും കാളയൊക്കെ ആയിട്ട് വരുന്നൊരവസ്ഥ ഓർത്ത് നോക്കി. അപ്പോൾ അത്തരത്തിലായിരുന്നു അന്നത്തെ ഒരു ആത്മീയ ആരാധനയിലേക്ക് മനുഷ്യർ കടന്നു വന്നുകൊണ്ടിരുന്നത്. അവർ ആരാധന അർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാസ്റ്റർ പറഞ്ഞ പോലെ ആരാധന എന്ന് പറയുന്നത് വാങ്ങിക്കാനോ എടുക്കാനോ വരുന്നതല്ല, കൊടുക്കാൻ വരുന്നതാണ്. അതിൻ്റെ ഏറ്റവും സഭ്യമായ ഭാഷ എന്ന് പറയുന്നത് അർപ്പിക്കാൻ വരുന്നതാണ്, അല്ലേ? ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുക എന്ന് പറയും. അപ്പോൾ ദൈവത്തിന് എന്ത് കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ചിന്തിച്ചിട്ടാണ് വരേണ്ടത്. നമ്മൾ ആരാധനയ്ക്ക് പോവുകയാണെന്ന് രാവിലെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചോദ്യം ഉണ്ടാകണം, എൻ്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ? ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഒരു ഓഫറിങ്ങിൻ്റെ പൈസ ഉണ്ടാവും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിന് അർപ്പിക്കാനായിട്ടൊരു സ്തുതിയോ, ഒരു സ്തോത്രമോ, ഒരു സങ്കീർത്തനമോ, ഒരു പാട്ടോ, ഒരു പ്രശംസയോ, ഒരു നന്ദിവാചകമോ. കഴിഞ്ഞ തലമുറകളിലൊക്കെ ഒരു സാക്ഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ പതിവില്ല. എല്ലാവരും വന്നിട്ട് അവരുടെ സാക്ഷ്യങ്ങൾ പറയും. അപ്പോൾ ഒരു വചനം പറയുന്ന ഒരു സാക്ഷ്യം ഒരു സാക്ഷിയെ ജീവിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരാൾ നിരാശപ്പെട്ട് വന്നിരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ സാക്ഷ്യം കേൾക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വലിയ പ്രതിസന്ധിയിലായിരുന്നു, കർത്താവ് എന്നെ വിടുവിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ തളർന്നിരിക്കുന്ന ആൾക്കൊരു ജീവൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പം നമ്മൾ ആ പതിവുകൾ കുറഞ്ഞു, കാരണം അതിൻ്റെ ആ രീതികൾ മാറിപ്പോയത് കൊണ്ടും
ആളുകൾ അതിലേക്ക് ഒരു യൂസ്ഡുമായി മാറിയുണ്ട്, അതൊക്കെ മാറിപ്പോയി. പക്ഷേ ആദ്യകാലങ്ങളിൽ അത് മനുഷ്യനെ ജീവിപ്പിക്കുന്ന സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും പുതിയ സാക്ഷികളും പുതിയ പാട്ടുകളും ഉണ്ടായിരുന്നു. ഈ സാക്ഷ്യത്തിനൊപ്പം എഴുന്നേറ്റ് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ പുതിയൊരു പാട്ട് കേൾക്കുന്നത്. ഈ സാക്ഷ്യം എഴുന്നേൽക്കുന്ന ആളുടെ ഒരു പുതിയൊരു പാട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരും കേൾക്കാത്ത പാട്ടുകളൊക്കെ അന്നേരമായിരിക്കും പാടുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ പുതുമയുള്ള എന്തൊക്കെയോ അർപ്പിക്കാനായിട്ടാണ് നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്. നമ്മൾ ഓർത്തിരിക്കണം, ആ പതിവ് ക്രിസ്തീയ ആരാധനയിലുണ്ട്. മൃഗങ്ങളുടെ വ്യത്യസ്തതകൾ മാത്രമല്ല, സാക്രിഫൈസിൻ്റെ കാലഘട്ടം മാത്രമല്ല, ഇപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അതിന് തയ്യാറെടുത്തേ നമ്മൾ ഇവിടേക്ക് വരാവുള്ളൂ. ഇവിടെ വന്നിട്ട് സ്തോത്രം പോലും പറയാതെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അബദ്ധമാണ് കാണിക്കുന്നത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, ഹല്ലേലൂയ, അല്ലേ? സ്തോത്രം എന്ന യാഗമാണ്, ചെറിയ പരിപാടിയല്ല. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു യാഗം അർപ്പിക്കുന്നതിന് തുല്യമാണ്. എന്തിൻ്റെ പ്രസക്തി എന്താണ്? ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന ദൈവം, അങ്ങനെ ദൈവത്തെപ്പറ്റി വിശദീകരിക്കുന്നത്. സ്തുതിക്കുന്ന സമൂഹം, ഇസ്രായേൽ സമൂഹം അങ്ങനെയാണല്ലോ. അപ്പോൾ അവരുടെ സ്തുതികളിൽ വസിക്കുന്ന ദൈവം. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്തുതി ആരാധനയൊക്കെ കരയറ്റുമ്പോൾ അവൻ്റെ സിംഹാസനത്തെ നമ്മൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളറിഞ്ഞിരിക്കണം. അതിനകത്തൊരു ഒത്തിരി സോഷ്യോളജിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ചർച്ചയിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി പേര് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുക? ആത്മീയ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വായിൽ നിന്ന് സ്തുതി സ്തോത്ര യാഗങ്ങൾ ദൈവമുമ്പാകെ അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആത്മീയ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? ഓരോരുത്തന് സങ്കീർത്തനമുള്ള ആളുണ്ട്, അതിനാ കൂട്ടത്തിൽ ഉപദേശമുള്ള ആളുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ ചർച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു വാക്യമുണ്ട്. എന്തിനാണെന്നറിയും? ഈ വാക്യം നമ്മൾ വായിക്കും. ഈ സാക്ഷ്യത്തിന് ശേഷം ഈ വാക്യം വായിക്കും. എന്നെ ജീവിപ്പിക്കുന്നൊരു വചനം വായിച്ചതിന് ഇരുന്നോളാന്ന് പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ വാക്യം കണ്ടുപിടിക്കുന്നതൊക്കെ അന്നത്തെ ജോലിയാണ്. തലേ ദിവസത്തെയോ പിറ്റേ ദിവസത്തെയൊക്കെ വരുന്നതിന് മുമ്പുള്ള അതിന് പറയാൻ പബ്ലിക്കലി നമ്മൾ അർപ്പിക്കാനൊരു വാക്യം നമ്മുടെ കയ്യിലുണ്ടാവും. വചനത്തെ നമ്മൾ കണ്ടെത്തുന്നു, നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചൊരു വാക്യം എന്നാണ് അതിൻ്റെ പ്രയോഗം. അപ്പം ദൈവത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു സങ്കീർത്തനമുണ്ടോ? ഒരു ഉപദേശം, ഒരു വെളിപ്പാട് ദൈവസഭയോട് പറയാൻ? ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഞാൻ ചില കാഴ്ചകൾ കണ്ടു, അല്ലേ? എനിക്കൊരു ദൈവിക ആലോചന ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറയാനുള്ള, അർപ്പിക്കാനുള്ള ഇടമാണിതെല്ലാം. അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലതും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആത്മീയ വർധനയാണ്. നാം ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ട് പേരോ ഏറിയാൽ 3 പേരോ നിങ്ങൾ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുത്തിൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. എൻ്റെ ബാല്യപ്രായത്തിൽ ഞാൻ ഇതങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്. ആളുകൾ മാറി മാറി അന്യഭാഷയിൽ സംസാരിക്കുന്നതും വ്യാഖ്യാനിക്കുന്ന എല്ലാം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ആത്മീയ ആരാധനയിൽ സംഭവിക്കാറുള്ള കാര്യങ്ങളുമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ക്രമമുണ്ടാകട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരെ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രാക്ടിക്കലി സംഭവിക്കാവുന്നതാണ്. നമ്മളിൽ ആത്മീയമായ ജീവിതത്തിന് ഉതകുന്ന ദൈവിക ദാനങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വൃത്തിയായി ക്രമമായി ദൈവസന്നിധിയിൽ ഉപയോഗിക്കാമെന്നതിനെപ്പറ്റി നമുക്കറിവുണ്ടാകണം. ക്രമമെന്ന് പറയുമ്പോൾ മിണ്ടാതെ പോവുക എന്നുള്ളതല്ല, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അത് ശരിയായി ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ദൈവം തന്നുള്ള ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ തന്നുള്ള സകല കഴിവുകളും പ്രാപ്തികളെയും നമ്മൾ ക്രമമായി ചെയ്യുമ്പോഴാണ് വൃത്തിയാകുന്നത്. ഇപ്പം നമ്മുടെ സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഇവിടെ വന്ന് ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തർക്കും സൗകര്യം പോലെ ചെയ്താൽ നിങ്ങളിവിടെ ഇരിക്കുമോ? ഇല്ല, നിർത്താൻ പറയും, അല്ലേ? ഓരോരുത്തർക്കും സൗകര്യം പോലെ ചെയ്യാം. അതിനൊരു ഗ്രൂവ് ഉണ്ട്, അതിനൊരു ക്രമമുണ്ട്. ഓരോരുത്തരും പ്ലേ ചെയ്യേണ്ട രീതികളുണ്ട്, അവരുടെ സ്പേസുകളുണ്ട്. അങ്ങനെയാണ്. ഇവിടെ ഒരു ഡ്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കീബോർഡ് ചിലപ്പോൾ ഇത് ഇടത്തില്ല. കാരണം 2 ഡ്രമ്മിൻ്റെ ആവശ്യമില്ല,
2 പേര് ഡ്രം അടിച്ചു കഴിഞ്ഞാൽ ഇത് അലമ്പാവും. പിന്നെ കൈയടിക്കുന്ന വേറെ താളം. അപ്പോൾ 3 താളം ഇവിടെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? കീബോർഡ് റിതം ഇടുമ്പോൾ ഇത് വായിക്കില്ല, ഇത് വായിക്കാനുള്ള കീബോർഡ് റിതം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നതാണ് ഹാർമണിയാണ്. ദൈവിക ആരാധന എന്ന് പറയുന്നത് ഒരു മഹത്വമുള്ള ഭംഗിയുള്ള കാര്യമാണ്. അത് ഭിന്നിപ്പിക്കുന്നതോ സംശയിപ്പിക്കുന്ന കുഴയ്ക്കുന്ന ഒന്നല്ല. അതിനെപ്പറ്റി അവസാനം ഇങ്ങനെ പറയുന്നത്, ദൈവം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ്. അപ്പം നമ്മുടെ ആരാധനയിൽ രൂപപ്പെട്ട് വരേണ്ടത് ഒരു സമാധാനമാണ്, സ്വസ്ഥതയാണ്, സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യതയോടെ പറയും, നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം, ചെയ്യാതിരിക്കരുത് എന്നുള്ളതല്ല, ഇൻവോൾവ് ചെയ്യണം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബട്ട് യു ഷുഡ് നോ വെയർ യു ആർ ഫിറ്റ്. നിങ്ങൾ എവിടെയാണ് കൃത്യമാവുന്നത്, ഫിറ്റിംഗ് ആവുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാതെ ആയിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും, അത് ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ അന്യഭാഷയാവട്ടെ, സങ്കീർത്തനമാവട്ടെ, ഉപദേശമാവട്ടെ, ഇനി നമുക്ക് ആഡ് ചെയ്യാം, മ്യൂസിക് ആവട്ടെ, കീബോർഡാവട്ടെ, ഗിറ്റാറാവട്ടെ, പാട്ടാവട്ടെ, എന്തുമാവട്ടെ, എന്താണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ആ കൊണ്ടുവന്നിട്ടുള്ളത് എവിടെയാണ് ഫിറ്റായിട്ട് കൃത്യമായ സ്ഥലത്ത് പ്രയോഗിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പ്രയോഗിക്കുകയും ചെയ്തിരിക്കണം. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റിനെ നമുക്ക് എത്രത്തോളം ശരിയായ രൂപത്തിൽ ആത്മീയ ആരാധനയിൽ ഗ്യാതറിങ്ങിൽ നമുക്കാകാം, നമ്മുടെ പ്ലേസ് എവിടെയാണ്, എവിടെയാണ് കറക്റ്റ് സ്പേസ് നമുക്ക് ഉള്ളത് എന്ന് കണ്ടെത്താനും അവിടെ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൽ അർപ്പിക്കാനും കഴിയുമ്പോൾ നമ്മുടെ ആരാധന ദൈവത്തിന് മഹത്വം, നമ്മുടെ സമൂഹത്തിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടുമെന്ന് നാം അറിഞ്ഞിരിക്കണം. ഇത് കേവലം ഈ ക്രമീകൃതമായ അവസ്ഥ കേവലം നമ്മളുടെ ആരാധനയിൽ മാത്രം കാണുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് കേവലം നമ്മുടെ ഈ എക്സസൈസ് എന്ന് പറയുന്നത് കേവലം ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫിനകത്ത് അത്ര ഒരു ക്രമീകൃത അവസ്ഥ നമ്മളെ വളരാനായിട്ട് ഒത്തിരി സഹായിക്കും. നാം ഈ പഠിക്കുന്ന ഈ പഠനം നമ്മളെ ജീവിതത്തെ ഒരു ക്രമമുള്ള വ്യക്തിയാക്കി, കൃത്യമായ സ്വഭാവ സവിശേഷതകളുള്ള, ശരിയായി ഇടപെടാൻ കഴിയുന്ന ആളാക്കി മാറ്റും. ഞാൻ ഓർക്കുന്നു, എൻ്റെ ബാല്യത്തിലൊക്കെ ഏറ്റവും അറിയാൻ പാടില്ലാത്ത, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ക്രമേണ അവർ ലൈഫിനകത്ത് അവരൊത്തിരി പേരെ നയിക്കുന്ന ആളുകളായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു ട്രെയിനിങ്ങും കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫ് ഒരു ട്രെയിനിങ് ആയിട്ട് മാറുകയും കൂടെ ചെയ്യുക. അപ്പം നമ്മൾ എങ്ങനെയാണ് എത്ര കൃത്യമായി ചെയ്യുന്നത്, ആ ഓർഡർ പരിപാലിക്കാൻ നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ ശരീരം വരെ ദൈവം സൃഷ്ടിച്ചേക്കുന്ന ഒരു ഓർഡറിലാണ്, ക്രമത്തിലാണ്. ആ ഓർഡർ തെറ്റുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് എന്ത് രോഗമാണെന്നൊക്കെ പറയുന്നത്. ഷുഗറിൻ്റെ ലെവൽ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാവും, ഹാർട്ട് ബീറ്റ്സിൻ്റെ അളവിന് വ്യത്യാസം വന്നാൽ പ്രശ്നമാവും, അല്ലേ? അങ്ങനെ ഇത്രയും എലമെൻറ്റ്സ് വളരെ ക്രമത്തിൽ ഓടുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാറ്റം വരാൻ പാടില്ല എന്ന് പറയല്ലേ. ദൈവസഭയുടെ ശരീരത്തിന് കൃത്യമായ ഒരു ക്രമം ഉണ്ടെങ്കിൽ ഇത് നന്നായി ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, വളരുകയുള്ളൂ. ഇത് ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള ബോധ്യം നമുക്ക് മനസ്സിലുണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ആരാധനയിൽ പങ്കെടുക്കുകയും അതിനകത്ത് ഇടപെടുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ വരങ്ങളുടെ പൊതുവിലുള്ള ഉപയോഗം എങ്ങനെയാണ്. ഇത് നമ്മൾ ആദ്യം കേട്ടതിൻ്റെ ഒരു റിപ്പറ്റീഷൻ, അല്ലെങ്കിൽ കൺക്ലൂഷൻ പാർട്ടാണ്. ആത്മീയ വരങ്ങളുടെ പൊതുവിലുള്ള പബ്ലിക്കലി നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുക, അതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് നമ്മളിവിടെ കേൾക്കുന്നത്. 29, 30, 31 വാക്യങ്ങളിൽ പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇപ്പം 2-3 പേർ സംസാരിച്ചു, പ്രവാചകന്മാർ, മറ്റുള്ളവർ വിവേചിക്കട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാൽ ഒന്നാമത്താൻ മിണ്ടാതിരിക്കട്ടെ. അങ്ങനെ ഒരു ആത്മീയ പ്രക്രിയ നടന്നിരിക്കുമ്പോൾ ഒരാൾ പറയും എനിക്കൊരു വെളിപ്പാട് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? മറ്റേയാൾ മിണ്ടാതിരിക്കട്ടെ. കാരണം ആരാണ് പ്രവർത്തിക്കുന്നത്? ദൈവാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ആ കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന ദൈവാത്മാവ് മറ്റൊരാളിലൂടെ ഒരു വെളിപ്പാട് പറയുന്നെന്ന് കേൾക്കുമ്പോൾ ആദ്യത്തെ ആൾ, ഒന്നാമത്തെ ആൾ മിണ്ടാതിരിക്കട്ടെ. മിണ്ടായിരുന്നിട്ട് അടുത്തയാളെ പറയാനായിട്ട് അനുവാദം കൊടുക്കുക. ഉണ്ട്, എത്ര ക്രമീകൃതമാണ് ദൈവസഭയുടെ ഒരു പോക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു ബഹളത്തിൻ്റെയോ ഒച്ചപ്പാടിൻ്റെയോ ഒരു ഈഗോ ക്ലാഷിൻ്റെ ഇടമല്ല, മറിച്ച് ഇതെന്താണ്? അത് കൃത്യമായ ദൈവികമായ കൃപകളുടെ വരങ്ങളുടെ പ്രയോഗമാണ്. അതിന് ഞാൻ ഈ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞേ.
ഇനി എത്ര സ്കിൽഡാന്ന് പറഞ്ഞാലും എനിക്ക് പ്ലേ ചെയ്യാനൊരു ഒരു സ്പേസ് ഉണ്ട് അതിനകത്ത്. അവിടെ മാത്രമേ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കൃത്യമായി പ്ലേ ചെയ്യേണ്ടതാണത്. നമ്മൾ ഈ മ്യൂസിക് നൊട്ടേഷനൊക്കെ എഴുതുമ്പോൾ അത് നമ്മുടെ പോർഷൻ, വലിയ മ്യൂസീഷ്യന്മാർ വന്ന് നമുക്ക് നൊട്ടേഷൻ തരുമ്പോഴേ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയുള്ള ഏരിയയിൽ മാത്രം നമുക്ക് ബാറിട്ട് എഴുതിയെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ബ്ലാങ്ക് ബാറുകളാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ പോർഷൻ മാത്രമേ നമ്മൾ എഴുതിയെടുക്കേണ്ടതായിട്ടുള്ളൂ. സ്കോർ തരുമ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ ബ്ലാങ്ക് ഇട്ട് വെച്ചേക്കുക. മനസ്സിലായോ? നമ്മൾ എവിടെയാണ് കൃത്യമായി പ്ലേ ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലാതെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് ഒരു അപശ്രുതിയായിട്ട് മാറ്റപ്പെടും. കാരണം അത് പ്ലേ ചെയ്യാൻ വേറെ അവിടെ ഉണ്ട്. വയലിൻ പ്ലേ ചെയ്യേണ്ട അടുത്ത് ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോൾ ആ നോട്ടും എൻ്റെ നോട്ടും തമ്മിൽ ക്ലാഷ് ആവും. അത് കൃത്യമായിട്ടും പ്ലേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ദൈവം ഒരു വെളിപ്പാടിനെ ഉള്ള ഒരാളെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആദ്യത്തെ ആൾ നിശബ്ദനായി ഈ വെളിപ്പാട് കേൾക്കാനായിട്ട് തയ്യാറാകണം. അതിൻ്റെ ഫിലോസഫി എൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എല്ലാവർക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ അവസരങ്ങളുണ്ട്. ഇനി അതിൻ്റെ തോട്ട് ഇങ്ങനെയാണ്: പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഈ കീഴടങ്ങൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സ്വഭാവമാണ്. ആത്മീയ സ്വഭാവമാണ് കീഴടങ്ങൽ എന്ന് പറയുന്നത്. അത് ആത്മാവിൽ ക്രിസ്തുവിൽ എന്ന പോലെ കീഴടങ്ങുക. ആത്മാവിൽ കീഴടങ്ങിയ എന്തിനു വേണ്ടി? പൊതുപ്രയോജനത്തിന് വേണ്ടി. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗിറ്റാറൊക്കെ വായിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പലപ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞ പിന്നെ ഞാൻ പതുക്കെ പിൻവലിയാൻ തുടങ്ങി. മറ്റു കാരണങ്ങളൊന്നും വേറെ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് തന്നെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് there is a place, there is a time. മറ്റുള്ളവർക്കും അവസരങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഞാൻ കയറി ചെന്നാൽ ഇന്ന് എനിക്ക് പലയിടത്ത് ഇത്തിരി അടുത്ത് സ്പേസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ആത്മീയ ശുശ്രൂഷകളിൽ അങ്ങനെ ഒരു നിയമമുണ്ട് കേട്ടോ. ആത്മീയ ശുശ്രൂഷയിൽ അങ്ങനെ നിയമമുണ്ട്. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർ കീഴ്പ്പെട്ടിരിക്കും. അത് ആത്മാവിലൊരു കീഴ്പ്പെടല. എന്നിലുള്ള ആത്മാവ് എന്നെ മത്സരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. എന്നിൽ മത്സരബുദ്ധി ഉണ്ടാക്കുന്ന ഒന്നല്ല. മറ്റൊരാൾ പ്രവചിക്കുമ്പോൾ, മറ്റൊരാൾ ആത്മീയ കാര്യങ്ങൾ പറയും, മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ, മറ്റൊരാൾ ദൈവവചനത്തെപ്പറ്റി പറയും, മറ്റൊരാൾ പാടുമ്പോൾ, എനി ഓഫ് ദീസ് ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു ആത്മീയ പ്രക്രിയയിലും മത്സരത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്നറിയാമോ? അവിടെ ഈ കീഴ്പ്പെടൽ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഇല്ലാണ്ടായിപ്പോകും. അപ്പം നമ്മുടെ ആത്മീയ ആരാധനയിൽ നമുക്കുണ്ടായി വരേണ്ടത് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു എലമെൻറ്റാണ്, കീഴ്പ്പെടാനുള്ള എലമെൻറ്റ്. അതിൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ? എല്ലാവരും പഠിക്കാനും എല്ലാവർക്കും കണ്ടോ, എല്ലാവരും ആ വാക്കുകളെ ശ്രദ്ധിക്കുക. എല്ലാവരും ഇരിക്കുന്ന ഇവിടെ എത്ര പേരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ 60 പേരുണ്ടെങ്കിൽ അത്രയും പേർക്കും എന്താവശ്യമുണ്ട്? പഠിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവർക്കും പ്രബോധനം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ആത്മീയ ബലം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട്. അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ മറ്റൊരു എലമെൻ്റ് ഉണ്ടായിരിക്കും. നാം എല്ലാം വന്നിട്ടുള്ളത് അത്തരം ഓരോരോ കാഴ്ച വസ്തുക്കളുമായിട്ട് കർത്താവിന് മുമ്പിൽ വന്നിട്ടുള്ളത്. അത് അവിടുത്തെ മുമ്പ് അർപ്പിക്കാനായിട്ട് മാത്രമേ നമുക്ക് എങ്ങനെ അർപ്പിക്കണമെന്നുള്ളൂ, അല്ലേ? പൊന്ന്, മൂര്, കുന്തിരിക്കം അവർ വന്ന് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അല്ലാതെ കർത്താവിന് മുമ്പിൽ ആരും വരാറില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെ കർത്താവിൻ്റെ എത്ര ക്രമീകൃതമായി സമർപ്പിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ കയ്യിലുള്ളത് ഒരു പാട്ടാവട്ടെ, ഒരു സാക്ഷ്യമാവട്ടെ, ഒരു പ്രബോധനമാവട്ടെ, ഇന്ന് കർത്താവിന് മുമ്പിൽ അർപ്പിക്കാനായിട്ട് ഞാൻ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്, അത് എങ്ങനെ അർപ്പിക്കണമെന്ന് മാത്രം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളെ കർത്താവ് അയക്കില്ല, അല്ലേ? ഇങ്ങോട്ട് ഒന്നുമില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. കർത്താവിന് മുമ്പിൽ ഇന്ന് ഞായറാഴ്ച കൊണ്ട് പള്ളി പോയ അങ്ങനെ ഓർത്താരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളൊരു ഇങ്ങനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടായ്മയിലേക്ക് വരേണ്ട കാര്യമില്ല, അല്ലേ? അങ്ങനെ വരില്ല. നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കർത്താവിന് മുമ്പിൽ വെക്കാനായിട്ട്. കർത്താവ് ഇതേ ഉള്ളൂ, അല്ലേ?
അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരറിഞ്ഞാൽ മതി. അവിടെ ഈ നമ്മുടെ ഗിഫ്റ്റുകളെ, ഗിഫ്റ്റ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗിഫ്റ്റ് സഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റൊരാളുടെ പ്രയോജനത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നും അത് എത്ര ക്രമീകൃതമായി ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. 33-ാമത്തെ വാക്യം പറയുക, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവം അത്രേ. 2 ഗിറ്റാർസുകളുണ്ടെങ്കിൽ അല്ലേ, ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് കാണാറില്ല, മറ്റൊന്നുകൊണ്ടല്ല, ഒരു കലക്കൊണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ ജിജി സാർ, അല്ലെങ്കിൽ എമി, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ നിൽക്കുക. അത് കലങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കലക്കമല്ല പ്രതീക്ഷിക്കുന്നത്. എന്താ പ്രതീക്ഷിക്കുന്നറിയോ? സമാധാനമാണ്, ഒരു ഹാർമണിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആരാധനയിലുടനീളം, ജീവിതത്തിലുടനീളം നിൽക്കണം. ഇത് എവിടെ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ എവിടെയൊക്കെ പ്രതിഫലിക്കുന്നതാണിത്? ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബ അന്തരീക്ഷത്തിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ചെല്ലുന്ന എല്ലാ മേഖലകളിലും ഈ ഒരു സമാധാനത്തിൻ്റെ, ഹാർമണിയുടെ സാധ്യതകളുണ്ട്. അതിന് പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എവിടെ എങ്ങനെ അർപ്പിക്കണം ദൈവം പാകെ, എത്ര ക്രമീകൃതമായിട്ടാണ് ഞാൻ ആത്മീയരായി സമൂഹമായ വളർച്ചയ്ക്ക് ഉണ്ടാവേണ്ടത്. എന്താ ഇതൊക്കെ പറയാൻ കാരണം? യഹൂദനെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളായിട്ട് അവൻ ശീലിച്ചു വന്ന കാര്യങ്ങളാണ്. അവൻ ചുമ്മാ ശീലിച്ചതല്ല, അവൻ ശീലിച്ച ക്രമം അവൻ മരുഭൂമിയിൽ പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ക്രമം ശീലിച്ചത് മരുഭൂമിയിൽ വെച്ചാൽ. മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ വെറും അടിമയായിരുന്നു. വഴക്കിൻ്റെയും ബഹളത്തിൻ്റെയും കലഹത്തിൻ്റെയും ആത്മാവായിരുന്നു അവരുടെ. അടിമത്തത്തിൽ കിടന്ന ഇസ്രായേലിന് ആ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മരുഭൂമിയിൽ അവൻ്റെ തിക്താനുഭവത്തിൽ അവൻ ഒരു കാര്യം പഠിച്ചു, ക്രമമായിട്ടേ ദൈവം പോയി ചെല്ലാൻ പറ്റുള്ളൂ. ദൈവിക ഇടപെടൽക്കൊരു ക്രമമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. യോർദാൻ കടക്കുമ്പോൾ ആദ്യം കടക്കേണ്ടത് പുരോഹിതനാണ്. അവരുടെ കയ്യിൽ പെട്ടകമുണ്ടായിരിക്കണം. പെട്ടകം വയ്ക്കുന്ന പുരോഹിതനാണ് ആദ്യമേ യോർദാനിൽ കാൽ വയ്ക്കാവൂ. പുരോഹിതന്മാരാണ് പിന്നാലെ അതിൻ്റെ പറയുകയാണ്, ഇത്ര ദൂരം അകലെയാണ്, മറ്റുള്ളവർ പോകാവൂ എന്നൊക്കെ ചിട്ടകളും ക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാം. വില കൊടുത്ത് പഠിച്ചതാണ്, വില കൊടുത്ത് പഠിച്ചേക്കും. അതുകൊണ്ട് അവർക്ക് ആ ചിട്ട അറിയാമെങ്കിലും ഈ ആളുകൾക്ക് ഇവർക്ക് അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തവരാണ്. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാം നല്ലതാണെങ്കിലും എല്ലാതാണ് അത് കലക്കമില്ലാതെ സമാധാനത്തിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം, നമ്മളുടെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ. നാം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ഒടുവിൽ റിസൾട്ട് എന്തായിരിക്കണം? സമാധാനമായിരിക്കണം, സ്വസ്ഥതയായിരിക്കണം, സന്തോഷമായിരിക്കണം. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ആ ഹാർമണി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതിലാണ് നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ കഴിവ്, നമ്മുടെ ടാലൻറ്റ്, നമ്മൾ ദൈവം ഏൽപ്പിച്ച് എന്തുമാവട്ടെ അത് പ്രയോഗിക്കുന്നത് ക്രമീകൃതമല്ലെങ്കിൽ, പരസ്പര കീഴ്പ്പെടലല്ലെങ്കിൽ, കൃത്യമായ സ്പേസിങ്ങിലല്ലെങ്കിൽ നമുക്കത് അനുഗ്രഹമല്ല, സങ്കടത്തിന് കാരണമാകും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി 3-ാമത്തെ കാര്യം എന്താണ്? അത് ആത്മീയ കൂട്ടായ്മയിൽ ഒരു പൊതുവായ ഒരു ബിഹേവിയറൽ കോഡാണ് പറയുന്നത്. എങ്ങനെയാണ് പൊതുവായ ആരാധനയിൽ, കൂട്ടായ്മയിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്? അത് പ്രധാനമായിട്ട് ഇവിടെ സ്ത്രീകൾ എന്ന് എടുത്തു പറഞ്ഞാണ് തുടങ്ങുന്നത്. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്ന പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ട് സ്ത്രീയോട് മിണ്ടാതിരിക്കാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിച്ചാണ്. അടുത്തടുത്തിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇന്നത്തെ പോലെയല്ല, അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അത്തരം പൊതുമീറ്റിങ്ങിൽ ധാരാളമായി പങ്കെടുക്കില്ല. ഏറ്റവും കൂടുതൽ പോകുന്ന പുരുഷന്മാരായിരിക്കും. അപ്പോൾ അറിവും അവർക്കായിരിക്കും കൂടുതൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി. സ്വാഭാവികമായിട്ടും അറിവുള്ളവരോട് അറിവില്ലാത്തവർ ചോദിക്കും. പക്ഷേ ഈ ആരാധനയ്ക്കിടയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനകത്തൊരു ഭംഗികേടുണ്ട്. അതാണ് പറഞ്ഞത്, ഇവിടെ മിണ്ടാതിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? നിങ്ങളിത് ഓർത്ത് വീട്ടിൽ ചെന്നിട്ട് ഈ ആളോട് തന്നെ ചോദിച്ചു, ഭർത്താവിനോട് തന്നെ ചോദിച്ചു. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഒരു ഡിസോർഡർ ഉണ്ടായി, ഒരു ബിഹേവിയർ പാറ്റേൺ. അത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയാണ്. സഭയിൽ സ്ത്രീ അനുചിതമാണ്, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഉചിതമല്ല. ഇത് സ്ത്രീക്ക് മാത്രം ബാധകമായ കാര്യമൊന്നുമല്ല.
ഇത് ആർക്കും ബാധകമാണ്. പബ്ലിക്കിൻ്റെ ഒരു ഡെക്കറം, അതിൻ്റെ ഒരു മര്യാദ, അതിൻ്റെ ഒരു രീതി സൂക്ഷിക്കാനായിട്ട് നാം എല്ലാവർക്കും ബാധ്യസ്ഥരാണ്. നാമെല്ലാം ബാധ്യസ്ഥരാണ്. അതിൻ്റെ ഒരു പബ്ലിക്കിൽ ഇടപെടേണ്ട രീതി. ഞാനൊരു വലിയ എൻ്റെ ഒരു ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്ന സമയത്ത് കോട്ടയത്ത് വെച്ചാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ പേരുകളൊക്കെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡിഗ്രികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം മലയാളി സെമിനാരികളുടെ അല്ലെങ്കിൽ കോളേജുകളുടെ പേര് വന്നപ്പോൾ നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. ഒരു പരിധി വിട്ട് ഒരു ആഹ്ലാദ പ്രകടനവും ആരും ഇടയ്ക്ക് ഇച്ചിരി ശബ്ദം ഉയർത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ സെനറ്റിൻ്റെ രജിസ്ട്രാർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യൻസാണ്, നമ്മൾ തിയോളജിക്കൽ കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ ഡക്കറത്തിനും നമ്മുടെ മര്യാദയ്ക്കും ചേരാത്ത കാര്യങ്ങളിൽ ആരും ചെയ്യരുത്. അത്രേ പറഞ്ഞുള്ളൂ. വഴക്കൊന്നും പറഞ്ഞില്ല. വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞിട്ട് പോയി. എല്ലാ കാര്യങ്ങളും ഓർഡറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അനുചിതമായ കാര്യങ്ങൾ എവിടെയും സംഭവിക്കും. അതാ ഞാൻ പറഞ്ഞു വന്നത്. പഠിച്ചവരുടെ ഇടയിലും പഠിക്കാത്തവരുടെ ഇടയിലും, സ്ത്രീയുടെ ഇടയിലും പുരുഷൻ്റെ ഇടയിലും, വലിയവരും ചെറിയവരും ഒക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളിലാണ്. നാം അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ എത്രത്തോളം ആ പബ്ലിക് ഡെക്കറം സൂക്ഷിക്കുന്നുണ്ട്, ആ മര്യാദകൾ, അതിൻ്റെ മാന്യതകൾ, ഉചിതമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിക്കാൻ നമുക്ക് പഠിക്കണം. നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അറിയാൻ ആഗ്രഹമുണ്ട്, വളരാൻ ആഗ്രഹമുണ്ട്. അതെല്ലാം അപ്പോസ്തലൻ നമ്മളോട് സമ്മതിച്ചു തരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം. ഭവനത്തിൽ വെച്ച് പഠിക്കാൻ പറ്റുന്ന അവിടെ വെച്ച് പഠിക്കുക, അവിടെ ചർച്ച ചെയ്യേണ്ട അവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്നതിൽ പഠിക്കുക. ഇവിടെ ഈ പബ്ലിക്കിൽ വരുമ്പോൾ ഇതിൻ്റെ ഹാർമണിയെ, ഇതിൻ്റെ ആ പൊതു സ്വഭാവത്തെ കെടുത്തുന്നതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വരുവാനായിട്ട് പാടില്ല. അതൊരു മര്യാദയുടെ, ബിഹേവിയറിൻ്റെ രീതിയാണ്. ഈ രീതി ഇവിടെ മാത്രം, ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ മാത്രം ബാധകമായ കാര്യമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നൊരു കാര്യമാണ്. ഉടനീളം പ്രതിഫലിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം, എവിടെ വെച്ച് എത്ര പക്വമായി, എത്ര ശരിയായി പരിഹരിക്കണമെന്ന് നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി എടുത്ത് ചാടി ബഹളം ഉണ്ടാക്കി, ഇല്ലേ, അങ്ങനെ പരിഹരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ചർച്ചിലുള്ള ചില സഹോദരന്മാരുണ്ട്, അവർ പറഞ്ഞു പ്രതികരിച്ചാലേ ശരി, പ്രതികരണം വേണമെന്നാണ് പറയുന്നത്. പ്രതികരണം, ഞാൻ പറഞ്ഞു പ്രതികരണം വേണം, പ്രതികരണമുണ്ട്. പക്ഷെ അപ്പോൾ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. എപ്പോഴും പ്രതികരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പ്രതികരിക്കണം ആവശ്യമാണ്. തെറ്റിനോട് പ്രതികരിക്കണം, ശരികേടിനോട് പ്രതികരിക്കണം. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്? തിന്മയോട് പ്രതികരിക്കണം. കർത്താവ് കുരിശിൽ പോയത് ഒരു പ്രതികരണമായിരുന്നു. എന്തിനുള്ള പ്രതികരണം? പാപത്തോടുള്ള പ്രതികരണമാണത്, തെറ്റിനോടുള്ള പ്രതികരണമാണ്. പക്ഷെ പ്രതികരണ രീതി വേറെയാണ്. നമ്മളെങ്ങനെ പ്രതികരിക്കാൻ ശീലിച്ചേക്കുന്നത്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെങ്ങനെയാണ് ഇതിനോട് ഒരു കാര്യത്തെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ എന്താ നമ്മൾ ശീലിച്ചേക്കുന്ന രീതി എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇതിൻ്റെ പ്രാധാന്യമുണ്ട്. എല്ലാ മേഖല, ആരോട് എപ്പോഴും എങ്ങനെ രീതിയിൽ ബിഹേവ് ചെയ്യണം, ഞാൻ ഇരിക്കുന്ന ഇടമെന്ത്, ഞാൻ എവിടെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്, അതിനെത്ര പവിത്രതയുണ്ട്, എത്ര ശുദ്ധിയുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാലം ഞാൻ കത്തോലിക്ക ചർച്ചിൽ ഈ കൊയറിന് ഗിറ്റാർ വായിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ ചർച്ചിൻ്റെ ഉള്ളിൽ അവർ ബിഹേവ് ചെയ്യുന്ന രീതി ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രത്തോളം ഭക്തിയോടെയാണ് ചെയ്യുന്നത്. ഭക്തിയൊന്നും വേണ്ട നമുക്ക് തോന്നുമായിരിക്കും. ഇപ്പോൾ യഹൂദൻ ആദ്യം പഠിച്ചത് ഭക്തി തന്നെയാണ് ആദ്യം പഠിച്ചത്. ദൈവത്തെ ഭയപ്പെടാനാണ് പഠിച്ചത്. ദൈവ സാന്നിധ്യം നാം കൂടിയിരുന്നിടത്ത് ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്. ഇവിടെ നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ആ വചനമാണ് നമ്മളെ നയിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്ന ഇടം എവിടെ ദൈവ സാന്നിധ്യമുള്ള ഇവിടെ. എന്താണ് കാരണം? എന്താണ്? 2-3 പേർ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട്, അല്ലേ? നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ കർത്താവ് ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ള ബോധം നമ്മളുണ്ടാകുന്നുണ്ടോ? ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ ബോധ്യം നമ്മളെ ഭരിക്കുന്നുണ്ടോ? അതൊക്കെ വലിയ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള. ആ ബോധ്യം മാത്രമേ നമ്മളെ യഥാർത്ഥത്തിൽ ഇവിടെ ബിഹേവ് ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുന്നുള്ളൂ. എത്ര വല്ല കള്ളുകുടിയനും പോലീസുകാരനെ കണ്ടുമ്പോൾ ആ കാക്കിയാണെങ്കിൽ തിരിച്ചറിയാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം? അത് അറിയാം.
നമുക്കെല്ലാം അറിയാം, പക്ഷെ അറിയണ്ട എന്ന് പലപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ബിഹേവ് ചെയ്യുന്ന രീതികളുണ്ട്, അതാണ് നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ആയില്ലേ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആത്മീയ കൂട്ടായ്മയിൽ ഒരു പൊതു ബിഹേവിയർ, പൊതു പെരുമാറ്റ രീതികളുണ്ട്. അത് ശീലിക്കാനായിട്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തിന് 37-ാമത്തെ വാക്യം തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇത് വെറുതെ എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുമല്ല, ഇതെന്താണ്? കർത്താവിൻ്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വെറുതെ ഒരു അഭിപ്രായം പറച്ചിലല്ലേ സത്യത്തിൽ ഇത്, അല്ലേ? കാര്യം കുറേ കൂടെ സീരിയസ് ആണ്. അദ്ദേഹം പറയുന്നു ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ നിന്ന് ഒരു ക്രമീകൃത വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു. ക്രമമുള്ള, ഓർഡറുള്ള, കൃത്യതയുള്ള വ്യക്തിയാകാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണ്? ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. അതതിൻ്റെ കാരണം. അവൻ വ്യവസ്ഥകളുള്ള, ക്രമമുള്ള, ഓർഡറുള്ള ഒരു ദൈവമാണ്. ഒരു വശത്ത് നമ്മൾക്ക് ആത്മീയ സ്വാതന്ത്ര്യം തരുമ്പോൾ പോലും ആ സ്വാതന്ത്ര്യം നമ്മൾ ഒരിക്കലും തിന്മയ്ക്ക് പ്രയോജനപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആത്മാവിൻ്റെ ആരാധനയും നമ്മുടെ സകല പ്രവൃത്തികളെയും ദൈവികമായ ക്രമങ്ങൾ കൊണ്ട് നമ്മളതിനെ ചിട്ടപ്പെടുത്തണം. അത് കേവലം ഇരിപ്പോ നടപ്പോ മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ സകല ആക്ടിവിറ്റീസിനകത്തും ദൈവികമായ ക്രമങ്ങൾ നമ്മൾ വരുത്തിയാൽ മാത്രമേ ദൈവത്തിന് മഹത്വം വരത്തുള്ളൂ. ഹല്ലേലൂയ. ആ ദൈവികമായ ക്രമങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് ദൈവത്തിൻ്റെ എല്ലാ ക്രിയേഷനിലും ആ ദൈവികമായ ക്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വശത്ത് സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ മറുവശത്ത് ദൈവിക ക്രമങ്ങൾ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന മനസ്സിലാക്കുക. അതിന് പ്രധാനപ്പെട്ട അവിടെയും പറയുന്നൊരു കാര്യം, രണ്ടിടത്ത് നിങ്ങൾ ശ്രദ്ധ നോക്കി. പഠിക്കണം. പഠിക്കാൻ എന്ത് വേണം? കീഴ്പ്പെടണം. ആ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ കീഴ്പ്പെടലുമായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഈ പഠനത്തിനകത്ത് സംഭവിക്കുന്നത് എൻ്റെ ഈ എന്താ പറയുന്നത്, താണ നിലത്തെ നീരോടു എന്നൊരു പ്രയോഗമുണ്ട്. ഈ അറിവിന് ഒഴുകണമെങ്കിൽ താഴ്ന്നിടത്തേക്ക് ഒഴുകാൻ പറ്റുള്ളൂ, മുകളിലേക്ക് ഒരിക്കലും. പഠിക്കാൻ നമുക്ക് അനിവാര്യമായ ഒന്ന് നമ്മൾക്ക് താഴുക എന്നുള്ള പ്രക്രിയയാണ്. നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവവിശേഷം, ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് കീഴ്പ്പെടാനും താഴാനുമുള്ള മനസ്സ്. അത് ദൈവാത്മാവിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും നമ്മളിൽ ആ താഴ്മയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും അറിവും നമ്മളിലേക്ക് പകരപ്പെടുകയുള്ളൂ. ഇന്ന് പോൽക്കാലം കേട്ട കാര്യങ്ങളെ ഒന്ന് ഓർത്ത് ധ്യാനിച്ച് നോക്കിക്കേ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പിൻ. പ്രവചനവരം വേണം. സഭയ്ക്കകത്ത് എന്ത് വേണം? പ്രവചനം വേണം. എന്ത് വേണം? അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കരുത്, സംസാരിച്ചോളൂ അന്യഭാഷകളിൽ. സകലതും ഉചിതമായും ക്രമമായി നടക്കണം. നമുക്ക് പ്രവചനം ഉണ്ടാകണം, നമുക്ക് വെളിപ്പാടുണ്ടാകണം, നമുക്ക് സങ്കീർത്തനം ഉണ്ടാകണം, പ്രബോധനങ്ങൾ ഉണ്ടാവണം, നമുക്ക് സകലതും ഉണ്ടാവണം. പക്ഷെ എന്തുണ്ടാകണം? ക്രമമായി നടക്കണം. അതൊരു ക്രമമില്ലായ്മയിലേക്കും ഓർഡറില്ലായ്മയിലേക്കും അല്ല പോവേണ്ടത്. ഇതിന് വേറെ വലിയ ഇഫക്റ്റ് ഉണ്ട് ഈ ക്രമമില്ലായ്മയ്ക്ക്. അത് ഇപ്പം നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ക്രമമില്ലായ്മ സെലിബ്രേറ്റ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുണ്ടാക്കിയ ക്രമമില്ലായ്മ അക്രമത്തിലേക്ക് എത്തിപ്പോയൊരു സമയത്തില്ല നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ക്രമമില്ലായ്മ ചെന്ന് അക്രമത്തിലേക്ക് എത്തിപ്പോയൊരു കാലഘട്ടത്തിലെത്തി നമ്മൾ. അതുകൊണ്ട് ക്രമീകൃതമായ ആത്മജീവിതത്തെ നമ്മൾ ശീലിക്കണം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും ചെയ്യാനുള്ളതല്ല, ആത്മീയ ആരാധനയിൽ കൃത്യമായി ഇടപെടാനുള്ള ഒരു ആത്മീയ അനുവാദമാണെന്ന് നാം അറിഞ്ഞിരിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ